+1 ഫിസിക്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നോട്ടൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിച്ചോളാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുകയാണ് എന്താണ് ഇലാസ്റ്റിക് മെറ്റീരിയൽ, എന്താണ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഒരു ഡയലോഗ്, ദ ബോഡി ഷുഡ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ആഫ്റ്റർ റിമൂവിങ് ഡീഫോമിങ് ഫോഴ്സ്. ഈ പിടിച്ച് വലിക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിങ് ഫോഴ്സ്. ഒരു റബ്ബർ ബാൻഡിനെ പിടിച്ചിങ്ങനെ വലിച്ച് നെടുക്കുന്ന ഫോഴ്സാണ് ഡീഫോമിങ് ഫോഴ്സ്. ആ ഫോഴ്സ് റിമൂവ് ചെയ്താൽ ദ ബോഡി വിൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. ദാറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ ബോഡി ദാറ്റ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ആഫ്റ്റർ റിമൂവിങ് ഡീഫോമിങ് ഫോഴ്സ്. ദാറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി. പക്ഷേ ഇത് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഇതിൻ്റെ കൂടെ ഒരു സെൻറ്റൻസ് കൂടി എഴുതണം. ഓൾ കൈൻഡ് ഓഫ് ഇലാസ്റ്റിക് ബോഡീസ് മസ്റ്റ് ഒബേ ഹുക്സ് ലോ. എന്താണ് എഴുതേണ്ടത്? ഓൾ കൈൻഡ് ഓഫ് ഇലാസ്റ്റിക് ബോഡീസ് മസ്റ്റ് ഒബേ ഹുക്സ് ലോ. അപ്പോൾ എന്താണ് ഹുക്സ് ലോ എന്ന് ഞാനിവിടെ പറയാൻ പോവാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാണ്. ഈ റബ്ബർ ബാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ബോഡിയാണോ, ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണോ? ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് കമൻറ്റ് കൂടി ചെയ്താൽ കൊള്ളായിരിക്കും. റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റബ്ബർ ബാൻഡിനെ പിടിച്ച് വലിക്കുമ്പോൾ വലിഞ്ഞു വരൂലേ? വിടുമ്പോൾ തിരിച്ചതേ അതിൻ്റെ ഷേപ്പിൽ പോവില്ലേ? പഴയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ തിരിച്ചെത്തുമല്ലോ. പക്ഷേ റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് അല്ല. എന്താണ് അതിൻ്റെ കാരണം? റബ്ബർ ബാൻഡ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്, ബട്ട് റബ്ബർ ബാൻഡ് ഈസ് നോട്ട് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ബിക്കോസ് റബ്ബർ ബാൻഡ് ഡസൻറ്റ് ഒബേ ഹുക്സ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റബ്ബർ ബാൻഡ് ഈസ് നോട്ട് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ. നോട്ട് എഴുതി വൈ. റബ്ബർ ബാൻഡ് ഈസ് നോട്ട് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ബിക്കോസ് റബ്ബർ ബാൻഡ് ഡസൻറ്റ് ഒബേ ഹുക്സ് ലോ. റബ്ബർ ബാൻഡ് എന്ത് ചെയ്യുന്നില്ല? ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അതാണ് കാര്യം. ഓക്കെ ആണല്ലോ ഗൈസ്? അപ്പോൾ എന്താണ് ഈ ഹുക്സ് ലോ? ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ആ സെൻറ്റൻസ് കൂടി അങ്ങോട്ട് എഴുതിക്കോ. ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് വേണം. ആ ഡയലോഗ് വേണം. ആ ഡയലോഗ് ഇല്ലെങ്കിൽ അര മാർക്ക് പോകും. ഈ സ്കൂൾ ഗോയിങ് പിള്ളേർക്ക് ഉറപ്പായിട്ട് അര മാർക്ക് പോയിരിക്കും. എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ വീഡിയോ കണ്ടേക്കണം. അവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഗൈസ്. അപ്പം വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഹുക്സ് ലോ എപ്പോഴും പറയേണ്ടത് ഇങ്ങനെയാണ്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. മക്കളെ സ്ട്രെസ്, അയ്യോ ഇതെന്തുവാടേ. അപ്പം ഹുക്സ് ലോ പറയുന്നത് ഇങ്ങനെയാണ്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ്, SS എന്നേ ഞാൻ ഇടുകയുള്ളൂ, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹുക്സ് ലോ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് മസ്റ്റായിട്ടുണ്ടായിരിക്കണം. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഹുക്സ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് എന്തോന്ന്? ഹുക്സ് ലോ. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറി ഈക്വൽ ടു ഇടുന്ന സമയത്ത് ഉറപ്പായിട്ടൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പേരെഴുതി വെച്ചോ, ആ കെയുടെ വാല്യൂ എഴുതി വെച്ചോ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെയിൻ അതുപോലെ നമ്മൾ എഴുതണം. ഓക്കെ ആണല്ലോ മക്കളെ? ഒരു കാര്യം കൂടി ഇവിടെ നോക്കിക്കോളാം. ഇതിനൊന്ന് ബോക്സ് ചെയ്ത് വെച്ചോണം. ഇതാണ് ഹുക്സ് ലോ. ഇനി ഒരു കാര്യം കൂടി, ആ കെയുടെ ഫോമില കാണണമെങ്കിൽ ഒന്ന് ആലോചിച്ച് എന്ത് ചെയ്താൽ മതി? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. കഴിഞ്ഞു. കെ ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ഒരു കുഞ്ഞു കാര്യം കൂടി എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണേ. ഞാൻ ഈ പറയുന്ന സ്ട്രെസ്സിനെ Y ആക്സിസിൽ എടുക്കുകയാണ്, സ്ട്രെയിനിനെ X ആക്സിസിൽ എടുക്കുകയാണ്. സ്ട്രെസ് എവിടെയുണ്ട്? Y ആക്സിസിലുണ്ട്. സ്ട്രെയിൻ എവിടെയുണ്ട്? X ആക്സിസിലുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു എൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ മക്കളെ നോക്കിയേ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് ഈ പറയുന്ന എൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇതിനെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഈ എൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈന് AB എന്ന് പേര് ഞാൻ കൊടുത്താൽ സ്ലോപ്പ് SLP എന്ന് എഴുതുന്നുള്ളൂ. സ്ലോപ്പ് എന്ന് എഴുതിക്കോളാം. സ്ലോപ്പ് AB ഈക്വൽ ടു K. സ്ലോപ്പ് AB ഈക്വൽ ടു K. സ്ലോപ്പ് AB ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഈ സ്ലോപ്പ് കാണാൻ എന്താ ചെയ്യേണ്ടത്? K കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ പറഞ്ഞിരിക്കുന്ന Y ആക്സിസിൽ തരുന്ന വാല്യൂ സ്ട്രെസ്, ഓക്കെ, ഡിവൈഡഡ് ബൈ X ആക്സിസിൽ തരുന്ന വാല്യൂ സ്ട്രെയിൻ എന്ന് എഴുതാൽ മതി.
ഓക്കെ, അപ്പോൾ ഈ കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ സ്ലോപ്പ്. സ്ലോപ്പ് കാണാൻ നമുക്ക് വേറൊരു ഫോർമുല കൂടി അറിയാം. ഇവിടുത്തെ ആംഗിൾ നിങ്ങൾക്കറിയാമെങ്കിൽ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നിങ്ങൾക്കറിയാമെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്തുവാ? ടാൻ തീറ്റ. പല ചാപ്റ്റേഴ്സിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. സ്ലോപ്പ് കാണാനുള്ള ആംഗിൾ ടാൻ തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ആക്സിസിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങും കിടന്നോടണ്ട, ടാൻ തീറ്റ. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഫലത്തിൽ ഈ കെക്ക് പകരം വേണമെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എന്തെന്നും എഴുതാം, നമുക്ക് ടാൻ തീറ്റ എന്ന് എഴുതാം. ഇത്രയുമാണ് ഹുക്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ആരും എണീറ്റ് പോകരുത്. ഒരു കാര്യം ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ? അല്ല, റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. എന്തുകൊണ്ടാണ് റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആവാത്ത? റബ്ബർ ബാൻഡ് ഡസൻറ്റ് ഒബേ ഹുക്സ് ലോ. റബ്ബർ ബാൻഡ് എന്ത് ചെയ്യുന്നില്ല? ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അതെങ്ങനെ മനസ്സിലായി? ഈ റബ്ബർ ബാൻഡിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും എൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ തരൂലടേ. ഇങ്ങനെ എൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ തരുന്നവൻ മാത്രമേ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആവത്തുള്ളൂ. സ്റ്റീൽ ഈസ് എ ഗുഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ. എഴുതി വെച്ചോ, സ്റ്റീൽ ഈസ് എ ഗുഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ബിക്കോസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ സ്റ്റീൽ ഷുഡ് ബി എൻ എൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. എഴുതി വെക്കണം, അത് അങ്ങനെ തന്നെ എഴുതി വെക്കണം. സ്റ്റീൽ ഈസ് എ ഗുഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ബിക്കോസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ സ്റ്റീൽ ഈസ് ആൻ inclined straight line. But rubber band is not an elastic material. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് റബ്ബർ ബാൻഡ് ഈസ് നോട്ട് ആൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. റബ്ബർ ബാൻഡിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. സോ റബ്ബർ ബാൻഡ് ഈസ് നോട്ട് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ബട്ട് സ്റ്റീൽ ഈസ് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഇങ്ങനെ വേണം ഹുക്സ് ലോ പഠിച്ചു വയ്ക്കാൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഹുക്സ് ലോ എന്താണ് നമ്മൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എല്ലാവരും അങ്ങോട്ട് എഴുതി വെച്ചേ, ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് യങ്സ് മോഡുലസ്, ക്യാപിറ്റൽ ലെറ്റർ വൈ. എല്ലാവരും ഫുൾ സ്പെല്ലിങ്ങിൽ എഴുതി വെച്ചോളണം. എന്താണ്? യങ്സ് മോഡുലസ് ആണ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ ഒന്നാമത്തെ ആളാണ് യങ്സ് മോഡുലസ്. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസിനെ കുറിച്ച് പറയാൻ പോവാണ്. അതിനു മുമ്പ് കുഞ്ഞായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്ട്രെസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ എന്നാണല്ലോ. അതിൽ കെ ആണല്ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കെ കാണാനുള്ള ഫോർമുല അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാമല്ലോ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നാണല്ലോ കെ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, കെയുടെ ആദ്യത്തെ ടൈപ്പാണ് യങ്സ് മോഡുലസ്. അപ്പം ഈ കെയുടെ പ്ലേസിലാണ് യങ്സ് മോഡുലസിൻ്റെ വൈ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ ഗൈസ്? അതേപോലെ ഈക്വൽ ടു ഇട്ടിട്ട് ഈ സ്ട്രെസ് എന്ന് പറയുന്ന പ്ലേസിൽ നമ്മൾ ലീനിയർ സ്ട്രെസ് എന്ന് എഴുതണം. ഫുൾ സ്പെല്ലിങ്ങിൽ എഴുതിക്കൊള്ളണം, ലീനിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഈ സ്ട്രെയിൻ എന്ന് പറയുന്ന പ്ലേസിൽ നമ്മൾ ലീനിയർ സ്ട്രെയിൻ എന്ന് എഴുതണം. ഓക്കെ, അപ്പം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ കെ, അത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. പക്ഷേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഫസ്റ്റ് ടൈപ്പാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് കാണുമ്പോൾ ലീനിയർ സ്ട്രെസ്, സ്ട്രെസ്സിൻ്റെ പ്ലേസിൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. അത്രയേ ഉള്ളൂ. ഓക്കെ ആയിരിക്കും മക്കളെ? ഇനി എല്ലാവരും താണ്ട് ഇത് നോക്കിക്കോ, ഇത് സീലിംഗ് ആണ്. സീലിംഗിൽ നിന്ന് ഞാൻ റെഡ് കളറിലൊരു സ്ട്രിങ്ങിനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കാണ്. ഗിറ്റാറിൻ്റെ സ്ട്രിങ് പോലുള്ള ഒരു സ്ട്രിങ്ങിനെ കെട്ടിത്തൂക്കിയിട്ടേക്കുക. അതിൻ്റെ ഇപ്പോൾ ഉള്ള ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു റെഫറൻസ് ലൈൻ ഇടാവേ, ഡോട്ടൽ ലൈൻ ഇട്ട് ഇങ്ങനെ റെഫറൻസ് ലൈൻ ഇടുക. ഇതുവരെയാണ് ഇവൻ്റെ ഒറിജിനൽ ലെങ്ത് ഉള്ളത്. ഓക്കെ, ഈ സ്ട്രിങ്ങിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു വെയിറ്റ് കെട്ടി തൂക്കിയിട്ടാൽ എന്ത് സംഭവിക്കുന്നതിലേക്ക് എന്ന് വെച്ചാൽ, ഇതാണ് സ്ട്രിങ് എന്ന് വിചാരിച്ചോ. ഇതിൻ്റെ എൻഡിൽ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കൂടെ? ഈ സ്ട്രിങ് ഉണ്ടല്ലോ വലിഞ്ഞ് താഴേക്കിങ്ങനെ വരും. അതായത് ഇവനെ താഴോട്ട് പിടിച്ച് വലിക്കുന്നത് ഈ കെട്ടിത്തൂക്കിയിട്ട വെയിറ്റ് ആണ്. W=mg ആണ് ഇവനെ താഴോട്ട് പിടിച്ച് വലിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രിങ്ങിന് എക്സ്ട്രാ ഒരു ലെങ്ത് ഉണ്ടാവും, അതാണ് ഡെൽറ്റ എൽ. ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു എന്താണ് ഞാൻ പഠിപ്പിച്ചേ? ലീനിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ
സ്ട്രെയിൻ, ലീനിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. ഇപ്പോഴേ പഠിച്ചു വെച്ചോണം, ഏത് സ്ട്രെസ് ആയാലും, ലോകത്തുള്ള ഏത് സ്ട്രെസ് ആയാലും മക്കളെ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. ഈ സ്ട്രെസ്സിൻ്റെ പ്ലേസിൽ ഫോഴ്സ് ബൈ ഏരിയ. ഏത് സ്ട്രെസ് ആയാലും ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. പക്ഷേ ഇവിടുത്തെ ഫോഴ്സിനൊരു പ്രത്യേകതയുണ്ട്. ഫോഴ്സ് ത്രൂ ദ ലെങ്ത് ആയിരിക്കണം. ഫോഴ്സ് ആക്ടിങ് ത്രൂ ദ ലെങ്ത്. ഇത് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് പോലെ, ഇത് ഇങ്ങനെ അല്ല, ഇതിനെ ഒടിക്കുന്ന പോലെ ആവരുത്, ഇങ്ങനെ പിടിച്ച് വലിക്കുക ചെയ്യുന്നത്. ഫോഴ്സ് ത്രൂ ദ ലെങ്ത് ആണ്. അപ്പോൾ ഫോഴ്സ് ത്രൂ ദ ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ, അതാണ് ലീനിയർ സ്ട്രെസ്. പിന്നെ ഡിവൈഡഡ് ബൈ സൈൻ അങ്ങോട്ട് ഇട്ടിട്ട് ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പം ഏതെങ്കിലും ഫോഴ്സ് അല്ലടേ നമ്മൾ എടുത്തത്, ഫോഴ്സ് ത്രൂ ദ ലെങ്ത് ആയിരുന്നു. ഫോഴ്സ് ത്രൂ ദ ലെങ്ത് ആണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ത്രൂ ദ ലെങ്ത് ബൈ ഏരിയ, അതിനൊരിക്കലും പ്രഷർ ഒന്നും കൊടുക്കാൻ പറ്റൂല. പലരും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്, ആ ഫോഴ്സ് ബൈ ഏരിയക്ക് പ്രഷർ ഒന്ന് കൊടുത്തുവിടാ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിലേ അവിടെ പ്രഷർ ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ബോഡിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാം, പ്രഷർ എന്നെടുക്കണം. അതായത് പെർപെൻഡിക്കുലർ ഫോഴ്സ് ബൈ ഏരിയ ആയിരുന്നു എങ്കിൽ പ്രഷർ എന്നെടുക്കാം. പക്ഷേ ഇവിടുത്തെ ഫോഴ്സ് എങ്ങനെയുള്ളതാ, ഫോഴ്സ് ത്രൂ ദ ലെങ്ത് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, പ്രഷർ ആയിട്ട് എടുക്കാൻ പാടില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ മക്കളെ y ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ അതുപോലെ ഇടുകയും ഇത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L ഡിവൈഡഡ് ബൈ ഡെൽറ്റ L എന്ന് വരും. ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഗൈസ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, ഈ യങ്സ് മോഡുലസിൻ്റെ ഫോർമുല ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. അടുത്ത യങ്സ് മോഡുലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഫോഴ്സിൻ്റെ പ്ലേസിൽ നമ്മൾ ഇവനെ താഴോട്ട് പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കെട്ടിത്തൂക്കിയിട്ടൊക്കെയാണ്, അവൻ്റെ വെയിറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് W. ഫോഴ്സിൻ്റെ പ്ലേസിൽ ഇവിടെ കൊടുക്കേണ്ടത് കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന വെയിറ്റാണ്. അതാ ഈ ലെങ്തിൽ കൂടി ഇവനെ താഴോട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ പ്ലേസിൽ കൊടുക്കേണ്ടത് W. L അവൻ്റെ ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയയ്ക്ക് തന്നെ ഇട്ടോ. പിന്നെ ഡെൽറ്റ L ഈസ് എക്സ്ട്രാ വന്ന ലെങ്ത്. വീണ്ടും ഞാനൊരു കാര്യം പറയാണ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേക്കണേ ഗൈസ്. വീണ്ടും അപ്പോൾ ഇത് രണ്ടാമത്തെ ഫോർമുലയാണ്. ഫോഴ്സിൻ്റെ പ്ലേസിൽ മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തിയത്. മൂന്നാമത്തെ ഫോർമുല വരുമ്പോൾ y ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ ഈ W പകരം mg എന്ന് കൊടുക്കാം. വെയിറ്റ് W mg എന്നല്ലേ. അപ്പോൾ mg ഇൻറ്റു L ഡിവൈഡഡ് ബൈ ഈ ഏരിയയ്ക്ക് പകരം മക്കളെല്ലാവരും ശ്രദ്ധിച്ചോളണേ, ഗിറ്റാറിൻ്റെ ഒരു സ്ട്രിങ് പോലുള്ള ഒരു സാധനമാണ് ഈ റെഡ് കളറിൽ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്നത്. ഓക്കെ, അതിനെ നല്ല രീതിയിൽ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പുട്ട് പോലെ ഇരിക്കും ഗൈസ്. പോലെ ഇരിക്കും. പുട്ട് കഴിക്കുന്നുണ്ട്. പുട്ട് കഴിക്കുമ്പോൾ ഈ പുട്ടിൻ്റെ ഈ എൻഡിൽ തേങ്ങാപ്പീര വരത്തില്ലേ. പുട്ടുകുറ്റിയല്ലേ ഗൈസ്, പുട്ടുകുറ്റി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് പുട്ട് ഗൈസ്. പുട്ടിൻ്റെ എൻഡിൽ വരുന്ന തേങ്ങാപ്പീര ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലാർ ഷേപ്പിലാണ്. സിഗരറ്റ് കത്തിക്കുമ്പോൾ ഈ കത്തുന്ന ഭാഗം പോലെ അത് സർക്കുലാർ ഷേപ്പിൽ. അതായത് അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സർക്കിൾ, ഏരിയ ഈക്വൽ ടു πr² എന്നാണ് എടുക്കേണ്ടത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഏരിയ ആയിക്കോട്ടെ എന്താ എടുക്കേണ്ടത്, πr². മറന്നു പോകരുതേ. അതുകൊണ്ട് തന്നെ ഈ ഏരിയയുടെ പ്ലേസിൽ πr², പിന്നെ ഡെൽറ്റ L എന്നെടുക്കും. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് വരും. ഒരു കാര്യം പോലും കാണാതെ പഠിക്കല്ലേ, ഇത്രയും സിമ്പിളാണ് യങ്സ് മോഡുലസ്. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം, വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കണം. ഇഫ് ദ റേഷ്യോ ഓഫ് ലെങ്ത് റേഡിയൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രാസ്. റേഷ്യോ ഓഫ് ലെങ്ത് റേഡിയൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രാസ്, അതിൻ്റെ വാല്യൂ റേഡിയൈ ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രാസ്, ഈ ബ്രാസിൻ്റെതാണ് B, ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രാസ്, എല്ലാത്തിൻ്റെ റേഷ്യോസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC റെസ്പെക്റ്റീവ്ലി, ലെങ്തുകളുടെ റേഷ്യോ, റേഡിയസുകളുടെ റേഷ്യോ, പിന്നെ യങ്സ് മോഡുലസുകളുടെ റേഷ്യോ ABC റെസ്പെക്റ്റീവ്ലി എന്ന് ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട് കാണേണ്ടത് റേഷ്യോ ബിറ്റ്വീൻ ഇൻക്രീസിങ് ലെങ്ത് ഓഫ് ബ്രാസ് ആൻഡ് സ്റ്റീൽ.
റേഷ്യോ ബിറ്റ്വീൻ ഇൻക്രീസിങ് ലെങ്ത് ഓഫ് ബ്രാസ് ആൻഡ് സ്റ്റീൽ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻക്രീസിങ് ലെങ്ത് ഡെൽറ്റ എൽ ഓഫ് ബ്രാസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ഓഫ് സ്റ്റീലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ രണ്ടാളുകളാണുള്ളത്. ഒന്ന് ബ്രാസ്. ഈ ബ്രാസ് എന്ന് പറയുന്ന വയർ ആക്ച്വലി 2 കിലോഗ്രാമിനെയും 4 കിലോഗ്രാമിനെയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രാസിൻ്റെ യങ്സ് മോഡുലസ് എടുക്കുമ്പോൾ 2 + 4 6 കിലോഗ്രാം മാസിനാണ് അവൻ ഹോൾഡ് ചെയ്യുന്നത്, മറന്നു പോകരുത്. ഇനി അതേപോലെ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എടുക്കുമ്പോൾ ആ സ്റ്റീൽ എന്ന് പറയുന്നവൻ ഈ 4 കിലോഗ്രാമിനെ മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, അതും മറന്നു പോകരുത്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് യങ്സ് മോഡുലസിൻ്റെ ബേസിക് ഫോമുലയാണ്. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു എന്താണ് ഫോമുല നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? mg ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ഈ ഫോമിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം മാസും ലെങ്തും റേഡിയസും എല്ലാം നമുക്ക് ഗിവൺ ഡാറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോമുല ഞാൻ എടുത്തത്. ഇനി ഈ ഫോമുല 2 പേർക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലിനാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഈ സ്റ്റീൽ എന്ന് പറയുന്ന വയർ ഇത്രയാണ്. ഈ സ്റ്റീൽ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റീൽ വയർ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തീരുവ. ആ സ്റ്റീൽ വയർ ഹോൾഡ് ചെയ്യുന്നത് 4 കിലോഗ്രാമിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസിൻ്റെ പ്ലേസിൽ 4 എന്ന് എഴുതും. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്ത് ലെങ്ത് ഓഫ് സ്റ്റീൽ അതുപോലെ ഇടും. കാരണം ലെങ്ത് ഓഫ് സ്റ്റീലൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഇടും. പൈ അതുപോലെ ഇടും. ആർ എസ് സ്ക്വയർ എന്നിടും. റേഡിയസ് ഓഫ് സ്റ്റീലിൻ്റെ സ്ക്വയർ ആണ്. ഡെൽറ്റ എൽ എസ് എന്നിടും. സ്റ്റീലിൻ്റെ കാര്യമായതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ ഇതേ സമയത്ത് നമ്മൾ ബ്രാസിൻ്റെ കാര്യവും എഴുതാൻ പോണം. യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് ഈക്വൽ ടു ആദ്യം വേണ്ടത് മാസാണ്. ബ്രാസ് വയർ ഈ റെഡ് കളറിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രാസ് വയർ. ഈ ബ്രാസ് വയർ ആക്ച്വലി 2 കിലോഗ്രാമിനെയും 4 കിലോഗ്രാമിനെയും ഒരുമിച്ച് ഹോൾഡ് ചെയ്യാണ്. അതായത് ബ്രാസിൽ മാസിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് 6 ആണ് വരേണ്ടത്. അതിനുശേഷം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനുശേഷം ലെങ്ത് ഓഫ് ബ്രാസ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയസ് ഓഫ് ബ്രാസ് സ്ക്വയർ, പിന്നെ ഡെൽറ്റ എൽ ബി ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഈ 2 ഇക്വേഷൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ വാല്യൂസുകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഇക്വേഷൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോകണം. എല്ലാവരും ഇവിടെ നോക്കിയേക്കണേ മക്കളെ. അപ്പോൾ ys ഡിവൈഡഡ് ബൈ yb ഈക്വൽ ടു 4g ls ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ എൽ എസ് ഇൻറ്റു റെസിപ്രോക്കൽ ഇട്ടോ പൈ ആർ ബി സ്ക്വയർ ഡെൽറ്റ എൽ ബി ഡിവൈഡഡ് ബൈ 6g എൽ ബി എന്ന് വരും ഗൈസ്. ഇവിടെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ജിയും നക്നോച്ചി പയ്യും നക്നോച്ചി ഗൈസ്. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഇവിടെ ഇവനെ കട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഇവനെയും കട്ട് ചെയ്തിട്ട് 2 എന്നും 3 എന്ന് എഴുതാം ഗൈസ്. ഇവിടെ തന്നെ നമുക്കൊരു കുഞ്ഞു കാര്യം കൂടി എഴുതി വെക്കാം ഗൈസ്. ys by yb that is equal to ys by yb that is equal to guys നമുക്ക് എഴുതാം ആ 2/3 എന്തായാലും ഉണ്ട്. അടുത്ത ls by എൽ ബി അങ്ങനെ എഴുതണം. കാര്യം നമുക്ക് ഗിവൺ ഡാറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ls by എൽ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ആർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എസ് സ്ക്വയർ, അതിനെ ആർ ബി ഡിവൈഡഡ് ബൈ ആർ എസ് ദ ഹോൾ സ്ക്വയർ എന്ന് ഞാൻ എഴുതും. അങ്ങനെ എഴുതിയേ പറ്റൂ, കാരണം അതൊക്കെ ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ ഡെൽറ്റ എൽ ബി ഡിവൈഡഡ് ബൈ അവിടെ മേളിലുണ്ട്, താഴെ ഡെൽറ്റ എൽ എസ്. എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ls by lb യുടെ വാല്യൂ സ്മോൾ ലെറ്റർ എ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ls by lb ദാണ്ട് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ പ്ലേസിൽ സ്മോൾ ലെറ്റർ എ എന്നങ്ങ് കൊടുക്കുക. അതേപോലെ ys by yb യുടെ വാല്യൂ സി ആണ്. ys by yb യുടെ വാല്യൂ സി ഈക്വൽ ടു 2/3 സ്മോൾ ലെറ്റർ എ. ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആർ ബി ബൈ ആർ എസ്, ഇവിടെ ആർ എസ് ബൈ ആർ ബി തന്നിട്ട് ആർ എസ് ബൈ ആർ ബി ഈക്വൽ ടു ബി ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഫോമുലയിൽ വരുമ്പോൾ ആർ ബി ബൈ ആർ എസ് ആ, ആർ ബി ബൈ ആർ എസ്. അപ്പം ആർ എസ് ബൈ ആർ ബി ആണ് തന്നിരിക്കുന്നത്. അപ്പം റെസിപ്രോക്കലുണ്ട്. ആർ ബി ബൈ ആർ എസ് ആണ് ഇവിടെ വേണ്ടത്. ആർ എസ് ബൈ ആർ ബി ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങോട്ടാക്കുമ്പോൾ 1/b എന്നെടുക്കണം. പക്ഷെ അതിന് സ്ക്വയർ വേണം. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിലായിരിക്കും നമ്മുടെ ആള് വരിക 1/b സ്ക്വയർ. പിന്നെ ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എസ്. ആക്ച്വലി അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് റെഡ് കളറിൽ എഴുതുവാണ്. ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഗൈസ് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എസ് അല്ലേ കാണണ്ടേ? ഇതിനേക്ക് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യടേ. അപ്പോൾ എന്ത് കിട്ടുവോടെ? ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എസ് ഈക്വൽ ടു 3cb² by 2a. ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. അടിപൊളിയല്ലേ ഗൈസ്? ദാറ്റ് ഈസ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ രണ്ടാമത്തെ ടൈപ്പാണ്. ദാറ്റ് ഈസ് കോൾഡ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ രണ്ടാമത്തെ ആള് ബൾക്ക് മോഡുലസ്. ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി എന്നാണ്. നിങ്ങളും ക്യാപിറ്റൽ ലെറ്റർ ബി ഇട്ട് റെപ്രസെന്റ് ചെയ്തോ. ഓക്കെ, ബൾക്ക് മോഡുലസ് എന്നല്ല, ലോകത്തുള്ള ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയാലും ബേസിക് ഫോർമുല സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ലല്ലോ. കെ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നല്ലേ? യങ്സ് മോഡുലസ് വന്നപ്പോൾ ഒരു കുഞ്ഞു വ്യത്യാസം ഉണ്ട്. എന്താണ് വ്യത്യാസം? ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. ഓക്കെ, ബൾക്ക് മോഡുലസ് വരുമ്പോൾ ഉള്ള വ്യത്യാസം വേറൊന്നുമല്ല ഗൈസ്. ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ. അതാണ് വ്യത്യാസം, വേറൊന്നുമില്ല. എല്ലാ ബേസിക് ഫോർമുല സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. യങ്സ് മോഡുലസ് വന്നപ്പോൾ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. ബൾക്ക് മോഡുലസ് വരുമ്പോൾ നോർമൽ സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. എന്താണ് ഈ നോർമൽ സ്ട്രെസ്? ഇനി ഞാൻ പറയാം ഗൈസ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ് എവിടെ കണ്ടു കഴിഞ്ഞാലും, അതിപ്പോൾ ലീനിയർ സ്ട്രെസ് ആയാലും ഏത് സ്ട്രെസ് ആയാലും ഫോഴ്സ് ബൈ ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ അടുത്ത ഫോമാറ്റിലേക്ക് പോകുമ്പോൾ ഈ നോർമൽ സ്ട്രെസ്സിൻ്റെ പ്ലേസിൽ ഞാൻ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതുവടേ. ഓക്കെ അല്ലേടെ? ഈ ഡിവൈഡഡ് ബൈ അങ്ങോട്ട് ഇടുമടേ, അതും ഓക്കെ അല്ലേടെ? ഇനി വോളിയം സ്ട്രെയിനിൻ്റെ പ്ലേസിൽ ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതും. ഡെൽറ്റ ബി ബൈ ബി എന്നാണ് എഴുതാവുള്ളത്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കുഞ്ഞു കാര്യമുണ്ട് കേട്ടോ. ഇവിടത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ യങ്സ് മോഡുലസിലതുപോലെയല്ല. യങ്സ് മോഡുലസിൽ ഫോഴ്സ് ത്രൂ ദ ലെങ്ത് ആയിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് പെർപെൻഡിക്കുലാർ ഫോഴ്സ് ആയിരിക്കണം. ഒരു ബോഡിയിൽ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് കൊടുക്കുന്ന ഫോഴ്സ് തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഇവിടെ കണ്ടോ, ബി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇത് റെസിപ്രോക്കൽ എടുത്താൽ ബി ബൈ ഡെൽറ്റ ബി. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഫോഴ്സ് എങ്ങനെയുള്ള ഫോഴ്സാണ്? ഒരു ബോഡിയിൽ പെർപെൻഡിക്കുലറായിട്ട് കൊടുക്കുന്ന ഫോഴ്സാണ്. അതായത് ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചോ, ഇത് ഗ്രൗണ്ടിൻ്റെ മണ്ടയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചോ, ആ ഒബ്ജക്റ്റിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ ഫോഴ്സിന് എഫ് വരെ. ഓക്കെ, അതായത് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കും കേസ്. എല്ലായിടത്തൊന്നും ബോഡിയിലോട്ട് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പം ആ ബോഡിയുടെ വോളിയം അങ്ങ് കുറയും. വോളിയത്തിന് ചേഞ്ച് വരും. വോളിയം എന്താ ചെയ്യുന്നത്? വോളിയം കുറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മൈനസ് സൈൻ ഇടണം. ആ മൈനസ് സൈൻ ഇട്ടത് വോളിയം കുറയുന്നു എന്ന് കാണിക്കാനാണ്. പിന്നെ ഞാനൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, എല്ലായിടത്തും ഫോഴ്സ് ബൈ ഏരിയ വന്നാൽ പ്രഷർ എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. യങ്സ് മോഡുലസിൽ നമ്മൾ പ്രഷർ എന്ന് കൊടുത്തില്ല. എന്നാൽ ഇവിടെ പെർപെൻഡിക്കുലർ ഫോഴ്സ് ബൈ ഏരിയ എന്ന് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രഷർ എന്ന് കൊടുക്കാൻ ഗൈസ്. അതുകൊണ്ട് തന്നെ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു മൈനസ് പ്രഷർ ബി ബൈ ഡെൽറ്റ ബി ഗൈസ്. ഇതാണ് ബൾക്ക് മോഡുലസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ബൾക്ക് മോഡുലസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണം. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് ഡെപ്ത് ഓഫ് എ ഇന്ത്യൻ ഓഷൻ ഈസ് എബൌട്ട് 3 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇതാണ് ഇന്ത്യൻ ഓഷൻ എന്ന് വിചാരിച്ചോടെ അതിൻ്റെ ആവറേജ് ഡെപ്ത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആവറേജ് ഡെപ്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷൻ ഈസ് 3 കിലോമീറ്റർ. കിലോമീറ്ററിനേക്ക് അങ്ങോട്ട് മാറ്റി അപ്പോൾ 3000 മീറ്റർ എന്ന് കിട്ടും ആവറേജ് ഡെപ്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷൻ. ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷണൽ കംപ്രഷൻ ഓഫ് ദ വാട്ടർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഓഷൻ. കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷണൽ കംപ്രഷൻ ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ ഗൈസ് വാട്ടറിനുണ്ടാകുന്ന വോളിയത്തിൻ്റെ കാര്യമാണത്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയമാണ് ക്വസ്റ്റ്യനിൽ ഡിമാൻഡ് ചെയ്യുന്നത്. ഡെൽറ്റ ബി ബൈ ബി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയമാണ് നമുക്ക് വേണ്ടത്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ എ ആണെങ്കിൽ ഡെൽറ്റ എ ബൈ എ. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ചക്കയാണെങ്കിൽ ഡെൽറ്റ ചക്ക ബൈ ചക്ക. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ മാങ്ങയാണെങ്കിൽ ഡെൽറ്റ മാങ്ങ ബൈ മാങ്ങ. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ആകുമ്പോൾ ഡെൽറ്റ ബി ബൈ ബി ആണ് നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് ബൾക്ക് മോഡുലസ് എല്ലാം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഉടനെ ബൾക്ക് മോഡുലസിന്റെ ഫോർമുല എടുക്കുക. ബി ഈസ് ഈക്വൽ ടു പി ബി ബൈ ഡെൽറ്റ ബി. ഇതാണ്
ബൾക്ക് മോഡുലസിന്റെ ഫോർമുല. മക്കളെ, ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോ, ഇതില് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഈ പ്രഷറിന്റെ പ്ലേസിൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഈ വെള്ളം കാരണം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഹൈറ്റ് കാരണം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഡെപ്ത് കാരണം ഏറ്റവും അടിയിൽ, ഏറ്റവും ബോട്ടത്തിൽ, ഏറ്റവും അടിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ, ആ പ്രഷർ വേറൊന്നുമായിരിക്കില്ല, HOG എന്ന് പറയുന്ന ഫ്ലൂയിഡ് പ്രഷർ ആയിരിക്കും. കുഞ്ഞു കാര്യം, ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ഈ പിയുടെ പ്ലേസിൽ HOG എന്ന് ഞാൻ എഴുതും, എന്നിട്ട് V/ΔV എന്ന് എഴുതും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ΔV/Vയുടെ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്തോ. ΔV/B ഇന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ΔV/B ഈസ് ഈക്വൽ ടു ഗൈസ് HOG ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ B. എവറിത്തിങ്സ് ആർ ദയർ. എല്ലാ വാല്യൂസും ഇവിടെ ഉണ്ട്. H എന്ന് പറയുന്നത് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 3000 മീറ്റർ ആണ്. ഡെൻസിറ്റി ഇവിടെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുകയാണ്, വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ 1000 ആയിട്ട് അടിപൊളിയായിട്ട് എടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ബൈ ബൾക്ക് മോഡുലസ് ക്ലിയർ ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. 2.2 × 10⁻²2.2 × 10⁻9 എന്ന് തന്നിട്ടുണ്ട്. എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ 1.36 × 10⁻² എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും കിട്ടുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ ഗൈസ്? അങ്ങനെ ഓക്കെ പറഞ്ഞ് പോകാൻ വരട്ടെ. ഈ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന് യൂണിറ്റ് കാണൂല. കാര്യം ചേഞ്ച് ഇൻ വോളിയം ബൈ വോളിയം ആണ്. വോളിയം കൂടി അതിൻ്റെ യൂണിറ്റുകൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ യൂണിറ്റ് ലെസ്സെന്ന് കൂടി എഴുതണം ഗൈസ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ യങ്സ് മോഡുലസ് കഴിഞ്ഞു, ബൾക്ക് മോഡുലസ് കഴിഞ്ഞു, അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനിയുള്ളത് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. അതും കൂടി ഒന്ന് എഴുതിക്കൂടെ? റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ്, നമുക്കതിനെ ക്യാപിറ്റൽ ലെറ്റർ G ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം ഗൈസ്. ക്യാപിറ്റൽ ലെറ്റർ G ആണ് ഷിയർ മോഡുലസ് അഥവാ റിജിഡിറ്റി മോഡുലസ്. ഓക്കെ അല്ലേ? ഷിയർ മോഡുലസിൻ്റെ ഫോർമുല മാത്രമല്ല, ഏതിൻ്റെ ഫോർമുല ആയാലും, ഏത് മോഡുലസ് ആയാലും ഫോർമുല സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് ആയപ്പോൾ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ, ബൾക്ക് മോഡുലസ് ആയപ്പോൾ നോർമൽ സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ, ഷിയർ മോഡുലസ് ആകുമ്പോൾ ഗൈസ് ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. അത്രയേ ഉള്ളൂ. ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. ഇനി ലോകത്തുള്ള ഏത് സ്ട്രെസ് ആയാലും എന്താ ഫോർമുല? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഇവിടെ അത് തന്നെ ക്യാപിറ്റൽ ലെറ്റർ G ഈസ് ഈക്വൽ ടു ഈ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്, വേറെ ഒന്നുമല്ല. അടുത്ത് ഈ ഡിവൈഡഡ് ബൈ അതുപോലെ ഇട്ടോ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിവിടെ ഞാൻ പറയാൻ പോവാണ്. ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആയിരിക്കും. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് എന്തുവാ സംഭവം. ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ ആയിട്ട് എടുക്കുന്നത് ഗൈസ്. ഇനി നമുക്കിവിടെ എല്ലാവർക്കും നോക്കാം ഗൈസ്. എല്ലാവരും ഇവിടെ നോക്കിക്കോ. ഇത് ഗ്രൗണ്ട് ആണെന്ന് ഇമാജിൻ ചെയ്തേക്കണം. ഓക്കെ, ഈ ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഒരു ബോക്സ് അടിപൊളിയായിട്ട് വച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചേക്കണം. ഈ ബോക്സിൻ്റെ ഈ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് കിടിലമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആന വന്ന് തള്ളിയാൽ പോലും അനങ്ങൂല, നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ ഗൈസ്? ഇവൻ്റെ ഒറിജിനൽ ലെങ്ത് ഇത്രയും ലെങ്ത് എല്ലാണ്. ഓക്കെ അല്ലേ? ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. ഇതിൽ ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കണം. ഇത് ഇങ്ങനെ തള്ളാനല്ല ഞാൻ പറയണത്, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കണം. അതായത് തേപ്പ് ഫോഴ്സ്, തേക്കണ രീതിയിൽ ഫോഴ്സ് കൊടുക്കണം. ടാൻജൻഷ്യൽ ഫോഴ്സ് എന്നാണ് നമ്മളിതിനെ വിളിക്കുന്ന പേര് ഗൈസ്. ടാൻജൻഷ്യൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇങ്ങനെ കൈ വയ്ക്കുക, ഒരൊറ്റ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുക, ടാൻജൻഷ്യൽ ഫോഴ്സ്. അതാണ് ഷിയറിംഗ്. അതായത് ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ ബോക്സ് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ചരിയും. ഈ ചരിയുക എന്നുള്ളതാണ് ഷിയറിംഗ്. ഇങ്ങനെ എഴുതാൻ ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ചരിയും, ഷിയറിംഗ് സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഫൈ, ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ, അതേപോലെ ഈ മേലെ ഉണ്ടാകുന്ന ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ് എന്ന് വിളിക്കാം. അതേ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെയും സംഭവിക്കുക, എക്സ്. ഓക്കെ ആണല്ലോ ഗൈസ്? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായ ഈ ചരിവ് കാരണമുണ്ടായ ഈ ഇൻക്ലിനേഷൻ കാരണമുണ്ടായ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് പഴയ രൂപത്തിലും ഭാവത്തിലേക്ക് തിരിച്ചു വരാം. ക്യാപിറ്റൽ ലെറ്റർ G ഉണ്ട്. ഇവിടുത്തെ ഫോഴ്സ് ഏതെങ്കിലും ഒരു ഫോഴ്സ് ആണോ? അല്ല. എങ്ങനെയുള്ള ഫോഴ്സാ? ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ ആരെങ്കിലും പ്രഷർ എന്ന് വിളിക്കുമോ? ഇല്ല.
ഫോഴ്സ് ബൈ ഏരിയ വന്നുകൊണ്ട് ചാടിക്കയറി പ്രഷർ എന്ന് വിളിക്കൽ. ഇറ്റ് ഈസ് നോട്ട് ദ പ്രഷർ. ഇത് ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ അതുപോലെ ഇട്ടേക്കണം. ഇതിനെ പ്രഷർ എന്ന് വിളിക്കാൻ പറ്റൂല. പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്താലേ പ്രഷർ എന്ന് വിളിക്കാൻ പറ്റൂ. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇൻറ്റു മാർക്കിട്ട് ഈ ഫൈ നേരെ താഴെ വരും. അത്രയേ ഉള്ളൂ. ഫൈ നേരെ താഴെ വരും. ഈ ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ. ഈ ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല. ഈ ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് ട്രയാങ്കിളിനെ പറ്റുന്നത് പോലെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ ഫൈക്ക് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ലെങ്താണ്. ഫൈയുടെ തൊട്ട് അടുത്തിരിക്കുന്നതോ എൽ എന്ന് പറയുന്ന ലെങ്താണ്. അതുകൊണ്ട് തന്നെ മക്കളെ ടാൻ ഫൈ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ടാൻ ഫൈ ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്നെടുക്കും. ഫോർ എ സ്മോൾ ആംഗിൾ ഞാൻ ആ ടാനിനെ നെഗ്ലക്ട് ചെയ്തങ്ങ് കളയും. അങ്ങനെയാണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ എന്തെന്ന് വരും? ഇവിടെ എക്സ് ബൈ എൽ എന്ന് വരും. ഫൈ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അപ്പം എക്സ് ഡിവൈഡഡ് ബൈ എൽ ആണ് ഈ ഫൈയുടെ വാല്യൂ. ഫൈ ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഇനി നമ്മൾ ആ വാല്യൂ ഇവിടെ കൊടുക്കണം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ജി ഈസ് ഇത് വല്ലതും കാണാമോ? ഓക്കെ, ഞാൻ എന്തായാലും ബ്ലാക്ക് ഇട്ട് എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ ജി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. ഇനി ഫൈയുടെ പ്ലേസിൽ എന്താ വരേണ്ടത്? എക്സ് ബൈ എല്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എല്ല് മേലെ പോവും, എക്സ് താഴെ നിൽക്കും. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇങ്ങനെ ചരിഞ്ഞപ്പോൾ മേലെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് ആ ബോക്സിന്റെ ഒറിജിനൽ ലെങ്ത് ആണ്. ഇതാണ് റിജിഡിറ്റി മോഡുലസ്. സിമ്പിൾ കാര്യയുടെ ഷിയർ മോഡുലസ്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ റിജിഡിറ്റി മോഡുലസിൻ്റെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ദ എഡ്ജ് ഓഫ് എ അലുമിനിയം ക്യൂബ് ഈസ് 10 സെൻറ്റിമീറ്റർ ലോങ്. ഒരു അലുമിനിയം ക്യൂബാണ്. ഇതിനെ ഒരു വെർട്ടിക്കൽ വാളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടേ. ഇതാണ് വെർട്ടിക്കൽ വാളെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഒരു അലുമിനിയം ക്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഴുവനും ഒരു ഷീറ്റ് പോലെയാണ് കേട്ടോ. ഒരു അലുമിനിയം ക്യൂബിനെയാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ ലോങ്. വീണ്ടും ഓപ്പോസിറ്റ് എൻഡിൽ, അതായത് ഈ വാളിൽ നിന്ന് അതിൻ്റെ ഇവിടെ ഈ ഓപ്പോസിറ്റ് എൻഡിൽ ഒരു 100 കിലോഗ്രാം ഒബ്ജക്റ്റിനെ കെട്ടിത്തൂക്കിയിടുകയാണ് ഗൈസ്. 100 കിലോഗ്രാം ഒബ്ജക്റ്റ് ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാണ്. 100 കിലോഗ്രാം ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുമ്പോൾ ഇതെല്ലാം കൂടി താഴോട്ട് ഇങ്ങനെ വരുവില്ലേടെ. ഇങ്ങനെ ഇരിക്കുന്ന അലുമിനിയം ക്യൂബ് ഇങ്ങനെ ഒന്ന് ചരിയും. ഇല്ലേ, ചരിയത്തേ ഉള്ളൂ. ഇത് ഇളക്കി അങ്ങ് പോകത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ചരിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനം വായിക്കാൻ ഞാൻ, വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് ഫേസ്? അതായത് ഈ ഫേസിൻ്റെ ഈ ബ്ലാക്ക് കളറിലുണ്ടായിരുന്ന ഫേസ് ഇല്ലേ, അതിങ്ങനെയല്ലേ ഇരുന്നത്. ഇപ്പം അതിങ്ങനെ ഒന്ന് ചരിയും. ആ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ, ദാറ്റ് ഡിസ്റ്റൻസ് എക്സ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഷിയറിങ് ഗൈസ്. ഫൈ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ ലെങ്ത് ഒക്കെ അവന്മാർ അവിടെ തന്നിട്ടുണ്ട്. ലെങ്ത് ഈക്വൽ ടു എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ജി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഫൈ. ഇതാണ് റിജിഡിറ്റി മോഡുലസിൻ്റെ ഫോർമുല ഗൈസ്. ഇതിൽ റിജിഡിറ്റി മോഡുലസ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ജിയുടെ വാല്യൂ തന്നിരിക്കുന്നത് 25 ജിഗാ പാസ്കൽ എന്നാണ്. അപ്പം ഞാൻ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ജിയുടെ സ്ഥാനത്ത് 25 × 10⁻⁹ എന്ന് കൊടുക്കും. ഇറ്റ് ഈസ് ജിഗാ പാസ്കൽ. എഫിൻ്റെ സ്ഥാനത്ത് എം ജി എന്ന് എഴുതേണ്ടി വരും. അതിൽ എമ്മിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. 100 ആണ് വയ്ക്കേണ്ടിയിരുന്നത്. ഡിവൈഡഡ് ബൈ ഏരിയ ക്വസ്റ്റ്യനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ക്യൂബ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ, ക്യൂബിൻ്റെ സൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ. അപ്പോൾ ഏരിയ കാണാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഏരിയ കാണാനുള്ള വാല്യൂ എന്താണ്? L × L അല്ലെങ്കിൽ X × X എന്ന് ഇപ്പോൾ തൽക്കാലം ഫൈ കാണാം. അപ്പോൾ ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി 25 × 10⁻⁹ ഈക്വൽ ടു 100. ഈ വെയിറ്റ്, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 10, പിന്നെ 10 സെൻറ്റിമീറ്റർ ആണ് ഇവൻ്റെ ക്യൂബിൻ്റെ ലെങ്ത് എന്ന് ക്വസ്റ്റ്യനിൽ തോന്നുന്നത്. അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ 10 × 10⁻⁻² × 10 × 10⁻². X × X ആണ്. ഇവിടെ നിന്ന് ഫൈ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾ ഫൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.92 × 10⁻⁻6 റേഡിയൻ എന്നാണ് കിട്ടുക. ഫൈയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി ഗൈസ്. ഫൈയുടെ വാല്യൂ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ് ഗൈസ്? എക്സിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇവിടെ എങ്ങാണ്ടെങ്കിലും ഒരു ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടടേ. ആ ട്രയാങ്കിളിൽ അങ്ങോട്ട് ടാൻ തീറ്റ അപ്ലൈ ചെയ്ത് നോക്കടേ.
tan phi equal to opposite side by adjacent x by L. അതിൽ for a small angle നമ്മൾ phi എന്ന് എഴുതാം. അതായത് phi എന്ന് റെഡ് കളർ ഇട്ട് എഴുതാം. phi equal to x by L. അങ്ങനെയാണെങ്കിൽ x is equal to cos മൾട്ടിപ്ലൈ ചെയ്ത് phi into L. ഫൈയുടെ വാല്യൂ ദാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഫൈയുടെ വാല്യൂ എത്രയാണ്? x is equal to 3.92 into 10 raised to minus 6 into L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്ത് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിരിക്കുകയാണ് 10 സെന്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? 10 into 10 raised to minus 2 ഗൈസ്. ദാറ്റ്സ് യുവർ ഫൈനൽ ആൻസർ. ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിക്കുമ്പോഴേക്കും നമുക്ക് യങ്സ് മോഡുലസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും, ബൾക്ക് മോഡുലസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും, അതുപോലെ റിജിഡിറ്റി മോഡുലസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഓക്കെ അല്ലേ ഗൈസ്? ബി വിത്ത് സ്മാർട്ട് ക്ലാസ്.